എന്ന പേര് കേട്ട് ഗായത്രി ദേവി ദേവരാജ മാഷിനോട് പറയുകയാണ്. മാഷൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ദേവബാല പറഞ്ഞത്. ഒരു ഇഷ എന്ന പെൺകുട്ടിയാണ് രക്ഷിച്ചതെന്ന്. അഭിയുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ പേരും ഇഷ എന്നാണോ, ഇനി ആ ഇഷ എങ്ങാനും ആയിരിക്കും, എനിക്ക് ആകെ പേടിയാവുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ആവില്ല, എത്രയോ പേരുണ്ട് ഇഷ എന്നുള്ള പേരിൽ, ഒരു പേരിൽ തന്നെ എത്രയോ പേരുള്ളതാ, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണം, അത് വേറെ വല്ല ഇഷയുമായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഗായത്രി ദേവി ടെൻഷൻ ആവുകയാണ്. അതേസമയം തന്നെ നമ്മുടെ അഭിഷേകും സോഹനും കൂടി ടൂ വീലറിൽ യാത്ര ചെയ്ത് അവരെ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ ടെൻഷൻ അടിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു കോൾ വരികയാണ്. അത് അമ്മയുടെയാണ്. അമ്മ പറയുന്നുണ്ട്, മോനെ ദേവപാല തിരിച്ചെത്തി. കേട്ട നിമിഷത്തിൽ തന്നെ വണ്ടിയൊക്കെ നിർത്തി ഒരു നിമിഷം ദീർഘശ്വാസം എടുക്കുകയാണ്. എന്നിട്ട് സോഹനോട് പറയുന്നുണ്ട് ദേവപാല തിരിച്ചെത്തിയിട്ടുണ്ടെന്നുള്ള വിവരം. അതിനുശേഷം അമ്മ പറയുകയാണ്, നിങ്ങൾ വേഗം തിരിച്ചു വന്ന് പറയുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട്. അവൾ എവിടെ പോയതാന്ന് പറയുമ്പോൾ ഭജന ഇരിക്കാൻ പോയതാണെന്നുള്ള കാര്യം, അവളുടെ ഒരു ഭജന, ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്, എന്നിട്ട് ബാക്കിയെല്ലാം നേരിട്ട് വന്നിട്ട് പറയാമെന്നൊക്കെ പറയും. മോനെ ദേഷ്യപ്പെടല്ലേ, അതായത് അവളുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് ആരും ദ്രോഹിക്കണമെന്ന് ഓർത്ത് ചെയ്യുന്നതല്ലല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും എന്തായാലും കൊള്ളാം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. സോഹനുമായിട്ട് പിന്നീട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ സോഹൻ പറയുകയാണ്, ഇതൊരു വല്ലാത്ത ഉരക്കൊടുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ദേവപാലയെ തലയിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ നിനക്ക് പലതും നഷ്ടപ്പെടും എന്ന് പറയുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പോംവഴി നീ പറഞ്ഞതാന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ കുറച്ച് സമയം എന്താ, നമുക്ക് ഇതിലൊരു പരിഹാരം കണ്ടുപിടിക്കുക. ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ അവിടെ ചെന്ന് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. നിന്നെ ദേഷ്യപ്പെടുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ദേവപാലയെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല, അവൾ ഇനി അടുത്ത എന്തെങ്കിലും ഒപ്പിക്കും, അത് നിനക്ക് അടുത്ത ഉരക്കൊടുക്കാവും. അതുകൊണ്ട് നീ വളരെ സമീപനം പാലിക്കുക തന്നെ വേണം, അതിനുള്ളിൽ ഞാൻ ഇതിലൊരു വഴി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അഭിഷേകിനെ വിടുകയാണ്. എന്നെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തേക്ക്, ഞാൻ വീട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അഭിഷേക് ഉടനെ വീട്ടിൽ തിരിച്ചും എത്തുന്നു. ഗായത്രി ദേവി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അഭിഷേകിനെ. പുറത്തുനിന്ന് തന്നെ, വീടുമുറ്റത്ത് നിന്ന് തന്നെ അവർ സംസാരിക്കുകയാണ്. മോനെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദേവി നമുക്ക് അവളെ തിരിച്ചു തന്നു, ഒന്നും ഒരു അപകടവും പറ്റാതെ ഭാഗ്യം, അല്ലെങ്കിൽ എന്തൊക്കെയാകുമായിരുന്ന സ്ഥിതി, അവളെ തിരിച്ചു വന്നപ്പോൾ ദേവരാജൻ മാഷിൻ്റെ ഒരു സന്തോഷം നീ കാണേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, എന്നാലും മോനെ നീ എന്തോരം അലഞ്ഞു, ആ സോഹനയും കൂടി വിളിച്ചിട്ട് വരാറുന്നില്ല, രണ്ടുപേരും ഇത്രയും വെയിൽ കൊണ്ട് വന്നതല്ലേ, ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ദേവബാല കേൾക്കുകയാണ്. അപ്പോൾ ദേവബാല അബിയോട് പറയുകയാണ്, അബിയേട്ട ഞാൻ തിരിച്ചു വന്നു, എനിക്ക് മനസ്സിലായി എന്നോട് ഇപ്പോൾ എത്തോരം സ്നേഹമുണ്ടെന്ന്, അതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടി ഇത്രയധികം വലിഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ടത്, എന്നോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നില്ല, എനിക്കത് അറിഞ്ഞാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം ഉണ്ടായി, ഞാൻ അങ്ങനെ പോയപ്പോൾ അതിനിടയിൽ എൻ്റെ ഈ താലിമാല ഒരു ദുഷ്ടൻ പൊട്ടിച്ചുകൊണ്ട് പോകാൻ നോക്കി, പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ആ എൻ്റെ താലിമാല തിരിച്ചു കിട്ടാൻ കാരണം ഇഷ എന്നൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും അഭിഷേകിനെ മനസ്സിലാവുകയാണ് താൻ വിവാഹം കഴിക്കാനിരിക്കുന്ന ഈ ഇഷയെക്കുറിച്ചാണ് ഈ പറയുന്നത്. കാരണം ഓൾറെഡി ഇഷ പറഞ്ഞ് ഇങ്ങനൊരു സംഭവം അറിയാവുന്നത് കൊണ്ട് തന്നെ അഭിഷേക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. എന്നിട്ട് അപ്പോൾ തന്നെ ദേവബാല പറഞ്ഞിട്ട്, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ, ഞാനങ്ങനെ മനഃപൂർവ്വം പോയതല്ല, സങ്കടം വന്നിട്ട് പോയതാണ്, അതും ദേവീക്ഷേത്രത്തിലോട്ട് പോയതാണെന്നൊക്കെ പറയുകയാണ്. ഇനി നമ്മളെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല, നമ്മൾ ഒരുപാട് നാൾ ഒരുമിച്ച് ജീവിക്കും, നമുക്ക് നല്ല ജീവിതം നയിക്കാം എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അത് അഭിഷേകിന് ദേഷ്യം വന്നിട്ട് അഭിഷേക് കൈ കുടഞ്ഞ് എറിയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഞാൻ പാതാളത്തോളം താഴ്ന്നിരിക്കുകയാണ്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല, നിർത്തിക്കോ ഈ നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദേവരാജൻ മാഷും ഇത് വന്ന് കേൾക്കുന്നു. ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോൾ ദേവരാജൻ മാഷ് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ദേവരാജൻ മാഷ് അബിയോടായിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ അബി പറയുകയാണ്, മാഷ് എനിക്ക് ഇതിൽ കൂടെ സഹിക്കാൻ പറ്റില്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എന്നെ വിശ്വസിച്ച് സ്നേഹിച്ച് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇഷ, അവളെ എനിക്ക് വഞ്ചിക്കാൻ കഴിയില്ല, അവളോട് ഞാൻ കാണിക്കുന്നത് അവളുടെ അസുഖം മാറിക്കോട്ടെ എന്ന് കരുതി കാണിച്ചതാണ്, പക്ഷേ അതുകൊണ്ട് എൻ്റെ ജീവിതം നശിക്കാൻ ഇടയാവരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ജയരാമൻ തൻ്റെ ഹെൽപ്പറേയും കൊണ്ട് വിളിക്കുന്നു. ജയരാമനെ കുറിച്ച്, അതായത് അഭിഷേകിൻ്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കണം, ഞാൻ ഒരു ബന്ധുവാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇഷയോട് ഇടയ്ക്ക് വെച്ച് ജയരാമൻ തന്നെ നേരിൽ സംസാരിക്കുന്നു. ആ സൗണ്ട് ജയരാമനാണെന്ന് ഇഷ തിരിച്ചറിയുകയും ചെയ്യുകയാണ്.